ഭയങ്കര ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു വീട്ടിൽ, അതെല്ലാവർക്കും അറിയാം. അതിനകത്ത് പകുതിയിൽ കൂടുതൽ പുസ്തകങ്ങൾ കൊണ്ടുപോയത് ശാന്തിവിള ദിനേശ. ശാന്തിവിള ഒരു വായനശാല തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ലോ ബുക്സ് കൊണ്ടുപോയത് സുഖേട്ടൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കൊണ്ടുപോയതല്ല, ഞാൻ അദ്ദേഹത്തിന് സംഭാവന ചെയ്തതാണ്. കാരണം സുഖേട്ടനായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു വക്കീലും എന്തെങ്കിലും ഒരു ഡ്രാഫ്റ്റ് ചെയ്യാനും എഴുതാനും പിടിക്കാനും ഒക്കെ സുഖേട്ടനും പോയിട്ടുണ്ട് കേട്ടോ. ബാർ അസോസിയേഷൻ മെമ്പറൊക്കെ ആയിരുന്നു വക്കീലായിട്ട്, അഡ്വക്കേറ്റ് അബ്ദുൾ കരീം. അപ്പം ഇങ്ങനെ പുസ്തകങ്ങൾ കേടുവരാതെ, കാരണം നമ്മളെല്ലാ പ്രാവശ്യവും ഈ പുസ്തകം എടുത്ത് നോക്കി ക്ലീൻ ചെയ്തത് നടക്കത്തില്ല, നമ്മളും പ്രായമായി വരികയല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഓരോ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ കൊടുത്തു ഞാൻ. അപ്പോൾ ഇവരുടെ മാറ്റങ്ങളെന്ന് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 9th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും രാജു തന്നെത്താനെ നാടകം എഴുതി ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ദ്രനാണെങ്കിൽ അസാധ്യമായിട്ട് അഭിനയിക്കും, നല്ല ഇന്ദ്രനായിരുന്നു ഏറ്റവും നല്ല പാട്ടുകാരനവിടെ, ഹിന്ദിയും തമിഴും മലയാളവും ഒക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര എന്ത് രസമായിട്ടാണ് ഇന്ദ്രൻ അഭിനയിക്കുന്നത്, എന്ത് രസം, രാജു എന്താ വല്ലാത്തൊരു സബ്ജക്റ്റ്. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോഴും സുഖേട്ടൻ ഇങ്ങനെ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ കറങ്ങി തിരിഞ്ഞവന്മാർ സിനിമയെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ഷാജി കൈലാസിനോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. അതൊന്ന്. പിന്നൊന്ന്, ഒരു വലിയ സംഭവം ഉണ്ടായത്, അവിടെ ഒരു വലിയ പോയട്രി എഴുതുന്ന മാഗസീനിലേക്ക് അപ്പോൾ രാജു ഒരു കവിത എഴുതി. 2 സഹോദരങ്ങൾ കണ്ടുമുട്ടുന്നത് ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഇവർ നടന്നു പോകുന്നു. ആക്ച്വലി അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഈ 2 സഹോദരന്മാരും ഒരു മരിക്കുന്നതായിട്ടാണ്, സൂയിസൈഡ് ചെയ്തതായിട്ട്. ഇത് രാജുവിൻ്റെ ചിന്തകൾ പണ്ടേ വേറൊരു വഴിയാണല്ലോ, ഇപ്പോഴത്തെ ആ പ്രായത്തിനനുസരിച്ചുള്ളതല്ല. ഇത് മാഗസീനെല്ലാം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്, അപ്പോൾ അത് ഹൃദയകുമാരി ടീച്ചറൊക്കെയാണ് ഇതിനെ ജഡ്ജ് ചെയ്തതൊക്കെ, ഏറ്റവും നല്ല കവിതകൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തു ഇത് ആരാന്ന് മനസ്സിലായത് നമ്മുടെ അപ്പോൾ എൻ്റെ കസിനും കൂടെയാണ് ഹൃദയ ചേച്ചി, സുഗതകുമാരി ഒക്കെ. അപ്പോൾ നമുക്കൊരു ഫോണ്, പ്രിൻസിപ്പൽ പേരൻസിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്താ വേണം, രണ്ടും കൂടെ വല്ല ഒപ്പിച്ചു അവിടെ ഈശ്വര ആണോ എന്തോ. ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ അല്ല ഒന്നുമില്ല, എന്താ വെച്ചാൽ രാജുവിൻ്റെ ഒരു കവിതയുണ്ട്, ഞങ്ങൾ പബ്ലിഷ് ചെയ്യും, സാറ് ഇതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ സുഖേട്ട വായിച്ചു നോക്കി, ഈ മോൻ്റെ അച്ഛനല്ലേ, എന്താ അതിന് കുഴപ്പം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരല്ല സാർ, ഹൃദയകുമാരി ടീച്ചറാണ് ഇത് ജഡ്ജ് ചെയ്തത്, എന്താ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വേറെ പൃഥ്വിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു മെൻ്റൽ ടെൻഷനോ ഒരു മാനസികമായിട്ട് എന്തെങ്കിലും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചനെ എന്തെങ്കിലും വല്ല ഭ്രാന്ത് പോലെ വല്ലതും ഉണ്ടോ, മെൻ്റൽ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എത്ര കേട്ടോണ്ടിരിക്കും. അവർ ചോദിക്കുന്നത് സ്നേഹം കൊണ്ടാണ്, കാരണം ഒരു കുട്ടിയും ചിന്തിക്കാത്ത ഒരു തലത്തിലെ ഒരു വിഷയമാണ് എഴുതിയിരിക്കുന്നത്. 2 ബ്രദേഴ്സ് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ്. ഇതെന്തുകൊണ്ടാണ്? അപ്പോൾ ബ്രദറും അവിടെ പഠിക്കുകയല്ലേ. അപ്പോൾ ഇവരിങ്ങനെ എഴുതാൻ കാര്യം ഇങ്ങനൊരു സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ പോകുന്നതും ട്രെയിൻ വരുന്നതും മരിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ സാറൊന്ന് വിളിച്ച് സംസാരിക്കണം, എന്താണ് ഈ ഇങ്ങനൊരു അല്ല അത് വേണേൽ ഞാൻ ചെയ്യാം. പക്ഷേ അവൻ എപ്പോഴും അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ചിന്തകളൊക്കെ സംസാരിക്കുകയും എഴുതുകയും അത്യാവശ്യം പ്രസംഗിക്കുമ്പോഴൊക്കെ അത് അപ്പോഴേ രാജുവിനുണ്ട്. എല്ലാവരും പറയുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് രാജു ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു എക്സ്റ്റംപോർ സ്പീച്ച് പോലെ സംസാരിക്കാൻ എല്ലാവർക്കും അവസരം കൊടുക്കും. അന്നും അതെ, രാജുവിൻ്റെ സംസാര ശൈലി വേറൊരു രീതിയാണ്. അവൻ കുറേ കൂടെ ഒന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി നല്ല ഭാഷയിൽ അവൻ സംസാരിക്കാൻ അന്നും അവനറിയാം. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അത് തന്നെയായിരുന്നു ഇന്ദ്രൻ. ഇവർ 2 അവിടുത്തെ വലിയ, അതല്ലേ ഞാൻ പറഞ്ഞേ, പണ്ട് പേരിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ സാറേ ഇങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു സുഖേട്ടാ, എല്ലാവരും ചോദിക്കുന്നു ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ആർക്കും ഇല്ലാത്ത അത് അങ്ങനെ ഇട്ടതാ, അല്ലാതെ എടപ്പാൾ സ്കൂളിൽ ഞാൻ പഠിച്ചപ്പോൾ എന്താ പേര്, സുകുമാരൻ, സുകുമാരൻ എന്ന് ചോദിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ. പക്ഷേ അതൊരു കാര്യം ശരിയാണ്, ഇവരിറങ്ങുന്നിടം വരെ അവിടെ വേറൊരു പൃഥ്വിരാജ് ഇദ്ദേഹത്തും വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ഞാൻ അപ്പം ഏതായാലും അങ്ങനെയൊക്കെ വിളിച്ച് ഈ 2 ബ്രദേഴ്സിൻ്റെയും കൂടെ കാര്യം അവിടെ വലിയ ചർച്ചയാക്കി. അവസാനം രാജുവിനൊന്നും മനസ്സിലാകുന്നില്ല. രാജുവിനെ വിളിച്ച സുഖം രാജു എന്താ വെച്ചാൽ അല്ല അതല്ലാതെ ഈ ഇങ്ങനെ ഒരു മരണത്തിനെക്കുറിച്ചും ഡെത്തിനെക്കുറിച്ചും ബ്രദേഴ്സിൻ്റെ അഫെക്ഷനെക്കുറിച്ചും ഒക്കെ എഴുതിയപ്പോൾ അവർക്ക് ചേട്ടനും കൂടെ അവിടെ പഠിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയോ ധാരണ എന്നൊക്കെ പറഞ്ഞ അവസാനം ദൈവമേ ഒരു 3 ദിവസം ഇതിൻ്റെ ചർച്ച കഴിഞ്ഞ് പിന്നെ അതൊക്കെ വിട്ടു. അങ്ങനെ വരെ ഇവരുടെ ഈ സൃഷ്ടികളിലും എഴുത്തുകളിലും പ്രസംഗങ്ങളിലും എല്ലാം അഭിനയത്തിലും എല്ലാം ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു.
അപ്പോൾ കലയുമായി ബന്ധമില്ലാതെ ഇവർ ജീവിക്കില്ല എന്നുള്ളത് സുഖമായിട്ടൊരു ഉറപ്പുണ്ടാണ്. ഏതൊക്കെ പക്ഷെ കൂടുതലും രാജു ഫിലിം മേക്കിങ്ങിലേക്ക് പോകുന്നത് അന്നേ അതിനെക്കുറിച്ചാണ് കൂടുതലും ചോദിച്ച് മനസ്സിലാക്കുക. ഡയറക്ഷൻ ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാം അതിനുശേഷം അതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ അവർ വായിക്കുകയും ഒക്കെ ചെയ്യും. ഇന്ദ്രനും സിനിമ സംവിധാനം ചെയ്യുന്നത് തന്നെയാണ് 100% എൻ്റെ ഉറപ്പ്. കാരണം അവൻ്റെ മനസ്സിലും ഉണ്ട് ചില കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ സമയമാകുമ്പം വലിയ താമസം ഇല്ലാതെ കാണും. മിക്കവാറും ഒരു വർഷത്തിനകം ഇതിന്റെ ഒരു പടം പ്രതീക്ഷിക്കാം. ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്നുള്ള കാര്യം. ഈ പണ്ട് കാലത്തെ ഇപ്പം ഈ അഭിനയത്തിനോട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെ സ്കൂളിൽ പഠിക്കും പറഞ്ഞ 4, 5 പഠിക്കുന്ന സമയത്ത് ചേച്ചി സ്വയം എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് അല്ലെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി അഭിനയിച്ചൊക്കെ കണ്ടിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ ബെസ്റ്റ് ആക്ട്രസ് ഓഫ് ദ ഇയർ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അതേപോലെ എപ്പോഴും അവിടെ അടിയും ബഹളമൊന്നും ഇല്ല കേട്ടോ, കുറച്ചുകൂടെ സമാധാനം ഉണ്ടായിരുന്നു അന്നൊക്കെ. പാട്ടായിരുന്നു പക്ഷേ കുറച്ച് കൂടുതൽ. അത് അന്തക്കാലം 10-25 വയസ്സ് വരെയൊക്കെ നല്ല പാടാനൊക്കെ ഒരു ഉത്സാഹം. വേണു നാഗവള്ളി, ബാലേന്ദ്ര മേനോൻ, ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ 1 വർഷത്തെ ജൂനിയറും സീനിയറും ഒക്കെ ആയിട്ട് പഠിച്ചവരാ. അപ്പോൾ അന്ന് അവരുടെയൊക്കെ ഗാനമേളയ്ക്കൊക്കെ പാടാൻ പോകും. ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞിട്ടുണ്ട് അന്ന് മുതലേ ഞങ്ങളൊക്കെ തമ്മിലൊരു നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അത് വേറൊരാൾ മണിയൻപിള്ള. അയ്യോ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ പഠിച്ച് ഇതിനെ നോക്കുന്നത് ക്ലാസ് മോണിറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ തലകുത്തി നിന്നിട്ടും നോക്കാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു മണിയൻപിള്ള. ഞാനെപ്പോഴും മണിയനെ ഞാനെപ്പോഴും തമാശ പറയും, ക്ലാസ്സിലെ സാറ് പറയട്ടു ഞാനാണ് ക്ലാസ് മോണിറ്റർ, സംസാരിക്കുന്ന കുട്ടികളുടെ എഴുതി വയ്ക്കണം എന്ന് പറയും. അപ്പോൾ മണിയൻപിള്ളയുടെ പേര് എന്നും ഉണ്ട്. അവസാനത്തെ ബെഞ്ചിലിരുന്ന് കൊല സംസാരം ആ സാറില്ലെങ്കിൽ. അത് കഴിഞ്ഞ് മണിയൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു സൂടൻ. എൻ്റെ ദൈവമേ, പിന്നീടാണ് ഞാൻ അറിയുന്നത് സൂടൻ കന്റോൺമെൻറ്റ് CI ആയിട്ടൊക്കെ ഇരുന്ന ആളാണ് പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പറയും, അപ്പോൾ സാറ് വന്നിട്ട് ചോദിക്കും ഇതെന്താണോ സുധീർ കുമാർ എന്നാണ് പേര് കേട്ടോ മണിയമ്പിള്ളയുടെ. സുധീറെ എന്തുകൊണ്ടല്ലോ തൻ്റെ പേര് ഈ തനിക്ക് അടങ്ങിയിരിക്കാൻ വയ്യ ക്ലാസ്സിൽ. സാറേ അത് ഈ മല്ലികയ്ക്ക് ഓരോരുത്തരും ഇങ്ങനെ പെൻസിലും റബ്ബറും ഒക്കെ കൈക്കൂലി കൊടുക്കും, അവരുടെ പേര് എഴുതില്ല, ഞാൻ ഒന്നും കൊടുക്കാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ച കഥയാണിത്, ആലോചിച്ച് നോക്കണം. ഞാൻ പറയും എന്തോന്ന് അല്ല, അതെ ഞാൻ കണ്ടൊരു കുട്ടി റബ്ബർ കൊണ്ട് കൊടുത്തു, മൂട്ടിൽ റബ്ബറുള്ള പെൻസിലില്ലേ സാറേ, അത് ഇങ്ങനൊരു സംഭവമേ ഇല്ല. അപ്പം അന്നേ കഥ ഉണ്ടാക്കാൻ എടുക്കനാ ഞങ്ങൾ. പക്ഷേ ഇന്ന് വലിയ അടുത്ത കൂട്ടുകാരാണ്. എന്ത് കാര്യത്തിനും മടിയനും കുടുംബം. ഞങ്ങൾ താമസിക്കുന്നത് അടുത്തടുത്താണ് തിരുവനന്തപുരത്ത്. അതെ. ഈ ഇന്റർവ്യൂവിന്റെ കാര്യം അല്ലെ അഭിമുഖങ്ങളുടെ കാര്യം പറയുമ്പോൾ മക്കളുടെ അഭിമുഖങ്ങളൊക്കെ എടുത്ത് കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം മലേഷ്യയുടെ ഇന്റർവ്യൂസ് ആണെങ്കിലും ഒരുപാട് ചാനലുകൾ വന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ ചില ക്വസ്റ്റ്യൻസ് ആൻസർ പോലും ചിലപ്പോൾ അതുമൊക്കെ ആയിരിക്കാം. എന്നാലും നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ മക്കള് അല്ലെങ്കിൽ അവർ രണ്ടുപേരും അല്ലെങ്കിൽ മക്കളുടെ മക്കളും അവരും ഒക്കെ മലേഷ്യയുടെ ഇന്റർവ്യൂസ് എടുത്ത് കാണാറുണ്ടോ? അയ്യോ തീർച്ചയായിട്ടും കാണാറുണ്ട്. എൻ്റെ ഇന്ദ്രൻ്റെ 2 മക്കളും കണ്ടിട്ട് അമ്മമ്മ കണ്ടിരുന്നു, അമ്മമ്മ യു സ്പോക്ക് വെൽ, അമ്മമ്മ യു ഹാവ് സെഡ് ഇറ്റ്, അമ്മമ്മ എന്നൊക്കെ പറയുന്ന കൊച്ചു മക്കളുണ്ട്. മറ്റേ രാജുവിൻ്റെ അത്ര ആയില്ല, കൊച്ചു കുഞ്ഞ. പക്ഷേ പ്രാർത്ഥനയും നക്ഷത്രയും ഇന്ദ്രൻ്റെ 2 മക്കളും അതൊക്കെ കാണുകയും ചെയ്യും. എൻ്റെ ഇൻ്റർവ്യൂ കാണും. പിന്നെ പ്രത്യേകിച്ച് പൂർണിമ ഭയങ്കര ക്രിട്ടിക്കാണ്. അമ്മയെങ്കിലും ഇതൊക്കെ പറയുന്നത് അമ്മ തന്നെ അമ്മയ്ക്കേ പറയാൻ ഒക്കുള്ളൂ. ഞാൻ പറയാം അതുകൊണ്ടല്ലേ മോളെ ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നതുകൊണ്ടായിരിക്കാം